അത് രാത്രി ഒരു 8-8:30 കാണും. ആ സമയത്ത് മുഖത്തും ഷർട്ടിലും ഒക്കെ ചോരയൊക്കെ ആയിട്ട് ഒരാള്. അയാൾ ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് വന്നില്ല സാറേ. അയാൾ ആരെയോ പേടിച്ചു ഓടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് അയാൾ എങ്ങോട്ടാ പോയത്? അത് ചുമ്മാ നിന്ന് നാടോടി നൃത്തം കളിക്കാതെ ഉള്ള കാര്യം പറയണോ? ആ വളവിനപ്പുറം വരെ പോകുന്നതേ കണ്ടുള്ളൂ സാറുമാരെ. SP ഹരിസാറിന്റെ വീടല്ലേ അതിനപ്പുറം? അതെ സാർ. എന്നിട്ട് കഥ മുഴുവൻ പറ. പിന്നെ ഒന്നും കണ്ടില്ല സാറേ, നല്ല ഇരുട്ടായിരുന്നു. കളഞ്ഞു. ഇതാ ഈ വിറ്റ്നസിന്റെ ഒക്കെ കുഴപ്പം. കാണേണ്ടതൊന്നും അവര് കാണുമില്ല, അതിന് തൊട്ട് മുമ്പ് വരെ ക്ലീൻ ആയിട്ട് കാണുകയും ചെയ്യും. അയ്യോ, ഇതൊരു മാതിരി മൈനയുടെ മുഖം പോലെ ആയിപ്പോയല്ലോ. സിദ്ധാർത്ഥ, ഇയാള് വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കാതെ. ചപ്പാത്തി പരത്താനേ ഇപ്പോഴേ പഠിച്ചിരിക്കുന്നത് നല്ലതാ. ഇനി താമസിക്കാൻ പോകുന്നിടത്തെ ചപ്പാത്തി പരത്തിൽ തന്നെ ആയിരിക്കുമല്ലോ പണി. സാധാ ചപ്പാത്തി അല്ലടി കഴുതിയത്, ഇതേ ആലു ചപ്പാത്തിയാ അല്ലേ സിദ്ധാർത്ഥ? പേര് ചപ്പാത്തി എന്നാണെങ്കിലും ആലു ചപ്പാത്തി എന്നാണെങ്കിലും മൈനെ പോലെ ഇരുന്നാ തീർന്നില്ലേ കഥ. ആ ചപ്പാത്തിക്കോല് വാങ്ങിച്ചേ രണ്ടിനും ഒരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. മൈന കുഞ്ഞെ, ആ വെജിറ്റബിൾ കുറുമയ്ക്ക് 2ാം പാൽ ഒഴിക്കേണ്ട സമയമായി. ഇതെന്താ ഇത്? ഉള്ള കടുക് മുഴുവൻ ഇതിനകത്ത് അങ്ങ് കുറഞ്ഞിട്ടോ? തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന പോലുള്ള ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. അല്ല, അതെ, രുചിച്ചു നോക്കാതെ സിദ്ധാർത്ഥൻ എങ്ങനെയാ ചേരുവയൊക്കെ തിരിച്ചറിയുന്നത്? ചിലർക്കല്ലേലും മണം പിടിക്കാനുള്ള കഴിവാണല്ലോ കൂടുതൽ. മണം പിടിക്കാനുള്ള കഴിവ് എനിക്ക് ഇത്തിരി കൂടുതലാ. വറ്റു മുഴുവൻ ഞങ്ങൾക്ക് തന്നിട്ട് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചു കിടക്കുന്ന അമ്മ ഒത്തിപ്പിടിച്ച് കിടത്തി എത്ര നല്ല കഥ പറഞ്ഞാലും ഉറക്കം വന്നിരുന്നില്ല കുഞ്ഞുനാളിൽ. കഥയിലെ രാജകുമാരിയുടെ തീന്മേശയിൽ വിളമ്പുന്ന വിഭവങ്ങളൊക്കെ ഒരു സ്വപ്നം മാത്രമായിരുന്നു അന്ന്. അടുത്ത വീട്ടിലെ ഊണുമേശയിൽ നിന്നോ ഹോട്ടലിലെ പാചകപ്പുരയിൽ നിന്നോ ഒക്കെ ആവി പൊന്തുന്ന ചോറിന്റെയോ പൊരിച്ച മീനിന്റെയോ ഒക്കെ മണം വരുമ്പോ ഞങ്ങൾ മനസ്സിൽ സങ്കല്പിക്കും, ഇതായിരിക്കും ആ വിഭവം. ഒരു രാത്രി ഇരുണ്ടു വെളുക്കുന്ന സമയം കൊണ്ട് നാഥനില്ലാതായി പോയ കുടുംബം ഞങ്ങളുടേത്. അമ്മയും പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളും നടുക്കടലില്. അച്ഛനില്ല എന്നുള്ള സത്യമായിട്ട് പൊരുത്തപ്പെടാൻ തന്നെ കുറച്ച് സമയമെടുത്തു. പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ളൊരു പോരാട്ടമായിരുന്നു പിന്നീട്. പഠിക്കുന്നതിനൊപ്പം പല പണിയും ചെയ്തു. അക്കൂട്ടത്തിലാ ഒരു ഹോട്ടലിന്റെ കിച്ചണിൽ കയറി പറ്റിയത്. സ്റ്റാർ ഹോട്ടലാണേലും പണി കുശിനിക്കാരൻ്റെത് തന്നെയല്ലേ. മഹാനായ ഈ കുശിനിക്കാരന് മുന്നിൽ പാചകം എന്ന മഹാസാഗരം കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന 2 കൊച്ചു പെൺകുട്ടികളുടെ പ്രണാമം. ആലു ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, പാലപ്പം, മുട്ടക്കറി, നൂൽപുട്ട്, കടലക്കറി, ഇനി എന്തൊക്കെയാണാവോ ഈ കൊച്ചു പെൺകുട്ടികൾക്ക് അമൃതത്തിന് വേണ്ടത്? മതിയേ, എനിക്കിപ്പൊ തന്നെ തടി കൂടുതലാണെന്നാ ചേച്ചി പറയുന്നത്. ഇനിയിപ്പോ അതിലേക്ക് ഈ കുശിനിക്കാരന്റെ കൂടി കോൺട്രിബ്യൂഷൻ വേണ്ടായേ. ഓ, എടോ, നമ്മുടെ ഈ സിദ്ധാർത്ഥൻ വല്ല മാജിക്കും പഠിച്ചിട്ടുണ്ടോ? എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല സാർ. എന്താ സാർ ചോദിച്ചത്? അല്ല, ഞാൻ ആലോചിക്കുക, ഈ നമ്മുടെ മജീഷ്യൻ മുതുകാടൊക്കെ കാണിക്കുന്ന ഇൻവിസിബിൾ മാജിക് ഇല്ലേ, അങ്ങനെ എന്തെങ്കിലും അവൻ അറിയാമോ? അല്ലാതെ എങ്ങനെയാണോ ഒരുത്തിന് അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോകുന്നേ? സാർ, ഈ പരിസരത്ത് പോലീസുകാരെ തപ്പാത്ത ഒരു കോഴിക്കോട് പോലും ഇല്ല സാർ. പോലീസുകാരെ തപ്പാത്ത ഒരു സ്ഥലം കൂടിയേ ഈ പരിസരത്തുള്ളൂ. അങ്ങനെ ഒരു വീട് ഇല്ലല്ലോ സാർ. ഉണ്ടല്ലോ സാർ. ബ്രെയിനിലെ ഫോൾഡർ എല്ലാം ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് സാർ.
SP ഹരിശങ്കറിന്റെ മാന്ത്രിക കൊട്ടാരം. എടോ, നമ്മുടെ ഈ ഹരിസാർ ഒരു ഗാന്ധി ഭക്തനാണെന്നാണല്ലോ കേട്ടത്. എന്താ സർ? അല്ല, സർവീസിലുള്ള ഒരു ജില്ലാ പോലീസ് മേധാവി ഇതുപോലൊരു വീടൊക്കെ വെക്കണമെങ്കിൽ ഇവിടുത്തെ ബാറുകാരും പാറമടക്കാരും ഒക്കെ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. അതുകൊണ്ട് ചോദിച്ചു പോയതാ. അയ്യോ, അതൊന്നും അല്ല സർ. അദ്ദേഹത്തിന്റെ ഫാദറിനിലോ വലിയൊരു ലാൻഡ് ലോഡാ. കേട്ടിട്ടില്ലേ? XMB കളപ്പുരയ്ക്കൽ കരുണാകരൻ. എന്തായാലും താൻ വാ. തൽക്കാലം ഈ കളപ്പുരയിൽ എന്താ കൂട്ടിവെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആരാണോ ഈ സമയത്ത്? എടി പെട്ടെന്ന് നീ സിദ്ധാർത്ഥനെ കൂട്ടി കിച്ചണിലേക്ക് പൊയ്ക്കോ. ഞാനേ വന്നയാളെ പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് വന്നേക്കാം. സർ, ഇത് സുഷമ പ്രകാശ്, സർക്കിൾ ഇൻസ്പെക്ടർ. എന്നുവെച്ചാൽ വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഈ സർക്കിൾ എന്റെ കീഴില. മനസ്സിലായില്ല. ഒന്നുമില്ലടോ, തമാശക്ക് പറഞ്ഞതാ. ഈ കാക്കിയൊക്കെ ഇട്ട് നിൽക്കുമ്പോ ഇടയ്ക്കൊരു പഞ്ച് ഡയലോഗൊക്കെ പറയണ്ടേ? ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അതിന് ഏട്ടനെവിടെ ഇല്ലല്ലോ. നമുക്ക് രണ്ടു കൂട്ടർക്കും അതല്ലേ ഒരു സൗകര്യം. എന്നുവെച്ചാ? അല്ല, ഹരിസാർ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ സംസാരിക്കാമല്ലോന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് മൈന ഞങ്ങളുടെ സ്വന്തത്തില്. വേണ്ട, ഒരു പരിചയപ്പെടുത്തൽ വല്ലാത്ത ബോറ. മൈന SP ഹരിശങ്കർ സാറിന്റെ ഡിസ്റ്റന്റ് റിലേഷനിൽപ്പെട്ട അരുമയായ ഒരു പെങ്ങൾ. Am I right? ഒന്നും അറിയാതെ ഈ സുഷമ ഇങ്ങോട്ട് കയറി വരൂ. പെട്ടെന്ന് അങ്ങനെ പറന്നു പോവല്ലേ മൈനെ. നിന്നേ ചേച്ചി ഇത്തിരി വർത്താനമൊക്കെ പറയട്ടെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും? അയ്യോ വേണ്ടെന്നേ, കുറച്ചു നാളായിട്ട് വെള്ളം ഞാൻ കുടിച്ചോണ്ടിരിക്കുക. ഇന്നത്തോടെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാനാ തീരുമാനം. അതിന് മക്കള് രണ്ടുപേരും എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങള് കാര്യം എന്താന്ന് വെച്ചാ തെളിച്ച് പറ. എനിക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാമല്ലോ, അല്ലേ? എന്തിന്? അത് മോളെ, ഒരുപാട് കാലം കൊണ്ട് വിചാരിക്കുന്നതാ ഒരു വീട് വെക്കണമെന്ന്. ഇപ്പൊ കഴക്കൂട്ടത്തിനടുത്ത് ഒരു വീട് പണി തീരാറായി, ചെറിയൊരെണ്ണം. ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ എനിക്കങ്ങ് പിടിച്ചുപോയി കേട്ടോ. ഇതിന്ന് വല്ലതും കോപ്പി അടിക്കാൻ പറ്റിയാൽ ആവാലോ. മാനസവാ, നമുക്ക് ഈ ചുവരുകൾക്കുള്ളിൽ അത്ഭുതങ്ങൾ ഉണ്ടോന്ന് നടന്നു നോക്കാം. ആഹാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ലേ ഇതുവരെ? അതെന്താ 10 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അയ്യോ എന്റെ പൊന്നു മോളെ, വഴക്കിനൊന്നും വരല്ലേ. പറഞ്ഞില്ലേ ഞാനൊരു പാവം സിയയാ. മോൾക്ക് ദേഷ്യം വരില്ലെങ്കിൽ ചെറിയൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് കഴിക്കാൻ എന്തിനാ ഇത്രയും ഫുഡ്? ഞങ്ങളുടെ ഫാമിലി പണ്ട് മുതലേ അങ്ങനെയാ. ദിവസവും 2 പറ അരിയുടെ ചോറ്, 2 തേങ്ങയുടെ വലിപ്പത്തില് ചമ്മന്തി. ഇനി നോൺ വെജ് വേണോന്ന് തോന്നിയാ ഒരാടിനെ വാങ്ങിച്ച് മൊത്തത്തിലങ്ങ് പൊരിച്ചെടുക്കും. മോളുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാൽ അങ്ങനൊന്നും പറയില്ല കേട്ടോ.
കിച്ചൺ തീരെ ചെറുതായി പോയല്ലോ മനസ്സേ. 2 പറ അരിയുടെ ചോറ് വയ്ക്കാനും ഒരാടിനെ നിർത്തിപ്പൊരിക്കാനും ഒക്കെ ഈ കിച്ചൺ പോരാതെ വരുമല്ലോ എന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഇതേ സ്റ്റോർ റൂമാ. സ്റ്റോർ റൂമിന്റെ ഇന്റീരിയർ കാണണോ? ഈ വീടിന്റെ ഏറ്റവും ഭംഗിയുള്ള ഇന്റീരിയർ ഇതിന്റെയാ. പക്ഷേ ഈ എടുത്തിയുടെ കയ്യില. മോൾ അത് കണ്ടോ? ഇരയെ പിടിക്കാനുള്ള ടാർഗറ്റ് മാത്രം മുന്നിൽ കണ്ട് ഒരു ജീവി ഉണ്ടാക്കുന്ന നെറ്റാ അത്. ഇര വലയിൽ കുരുങ്ങുന്നത് വരെ ആ ജീവി നിശ്ചലമായിരിക്കും. സംതിങ് ലൈക്ക് എ മെഡിറ്റേഷൻ. ഇര വലയിൽ കുരുങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, അത് പിന്നെ ഒരു ബഹളമായിരിക്കും. കുരുങ്ങിക്കിടക്കുന്നത് എത്ര വലിയ കൊമ്പനാണെങ്കിലും പിന്നെ പുറന്തോട് മാത്രമേ ബാക്കിയുണ്ടാവൂ. സോ ലെറ്റ്സ് ടോക്ക് മോർ വർക്ക്. ഇതാണ് മാനസ രാജകുമാരിയുടെ ഉറക്കറ. അവിടെന്താ? ഒന്നുമില്ല മോളെ, സ്വപ്നങ്ങളിലെ ഗന്ധർവ രാജകുമാരന്മാർക്ക് പറന്നിറങ്ങാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അപ്പോ ഇതാണ് മൈനയുടെ കൂട്. വരൂ. ഇവിടെ നിന്നാ നല്ല വ്യൂ അല്ലേ? വീട് കാണാൻ ടെറസിലും വരണമെന്നുണ്ടോ? മോളെ, ഈ കണ്ണെന്ന് പറയുന്ന സാധനമില്ലേ, അതിനെ നമ്മൾ അങ്ങ് കയറി വല്ലാതെ വിശ്വസിച്ചു പോവും. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ചതിക്കുന്നതും ഈ കക്ഷി തന്നെയാ. മോള് കേട്ടിട്ടില്ലേ, വിഷ്വൽസ് ക്യാൻ ബി ഡിസീവിംഗ്. വ്യൂ മതിയായെങ്കിൽ താഴേക്ക് പോയായിരുന്നു. ഞങ്ങൾക്ക് ഇത്തിരി പണിയുണ്ടായിരുന്നു. ഞാൻ അതിനേക്കാൾ ബിസിയാ മോളെ. വാ, നമുക്ക് പോയേക്കാം. Anyway, thank you very much for your cooperation. റെയ്ഡ് എന്ന ഓമനപ്പേരൊന്നും ഇല്ലെങ്കിലും അങ്ങനെ എന്തോ ഒന്നാണ് ഇപ്പൊ ഇവിടെ നടന്നതല്ലേ? അയ്യോ, എസ് പിയുടെ വീട്ടിലെ റെയ്ഡോ? എന്റെ പൊന്നു മോളെ, ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയതായി ഈ ജോലി. കുറെ കാലം കൂടി എന്റെ തലയിൽ ഈ തൊപ്പി ഒന്ന് ഇരുന്നോട്ടെ. ഇറ്റ്സ് ഓക്കെ. എന്റെ വീടിന്റെ പണി അങ്ങോട്ട് തീർന്നില്ല. എത്രയൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടും എവിടെയൊക്കെയോ ഒരു ചേരായിക പോലെ. എനിവേ, പണി തുടങ്ങിയില്ലേ, ഇനി തീർത്തേ പറ്റൂ. ഹൗസ് വാമിങ്ങിന് ഞാൻ നേരിട്ട് വന്ന് വിളിക്കും.
മൈനയും കൂട്ടി മോള് വരണം. സർ, സിദ്ധാർത്ഥ, സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്. ഇവിടെ ഇരിക്കായിരുന്നോ? മുറിയിലിരുന്ന കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. എനിക്കല്ല, തനിക്ക്. ഇതാവുമ്പോ ഞാൻ ഈ ടെറസ് വഴി വന്നാന്നെങ്കിലും വിചാരിച്ചോളല്ലോ. ഒരു ബോൺ ക്രിമിനലൊന്നുമല്ല ഈ പറഞ്ഞ സിദ്ധാർത്ഥൻ. നിയമത്തെ കബളിപ്പിച്ച് ഇത്രയും നാൾ ഒളിവിൽ കഴിയാനുള്ള ബുദ്ധിയൊന്നും ആ തലയ്ക്കകത്തുണ്ടാവുമെന്ന് തോന്നുന്നില്ല. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും മെയിൻ ജംഗ്ഷനുകളിലുമുള്ള CCTV ദൃശ്യങ്ങളിൽ ഒന്നും സിദ്ധാർത്ഥൻ എന്നൊരാൾ പതിഞ്ഞിട്ടില്ല സർ. അയാൾ ഈ ലൊക്കാലിറ്റി വിട്ട് പോയിട്ടില്ലെന്നാണ് അതിനർത്ഥം. ഈ പ്രദേശത്ത് ഞങ്ങൾ ഇനി തപ്പാനൊരിടവുമില്ല. ഉള്ള കാര്യം പറയാലോ, ചെറിയൊരു കള്ളം പറഞ്ഞ് സാറിന്റെ വീട്ടിൽ വരെ ഞങ്ങൾ കയറി നോക്കി. ഞാനൊരു കാര്യം പറയാം സാർ. പറയൂ. സിദ്ധാർത്ഥൻ ഈ ലൊക്കാലിറ്റി വിട്ട് പോയിട്ടില്ല. അതേസമയം ഇവിടെ എവിടെയും സിദ്ധാർത്ഥനെ കണ്ടെത്താനോ ആയിട്ടില്ല. എന്താ അതിൽ നിന്ന് നമ്മൾ ഊഹിക്കേണ്ടത്? യു മീൻ? ഐ മീൻ ഇറ്റ് സർ. സിദ്ധാർത്ഥൻ ഈ ഭൂമിക്ക് മുകളിലില്ല. പക്ഷേ ആ മരണം ഒരിക്കലും ഒരു സൂയിസൈഡ് അല്ല. അങ്ങനെയാണെങ്കിൽ അയാളുടെ ബോഡിയെങ്കിലും കിട്ടണ്ടേ? ചാരം പോലും അവശേഷിക്കാത്ത വിധം ആരോ ഒരാൾ സിദ്ധാർത്ഥനെ തീർത്ത് കളഞ്ഞു. ബട്ട് ഹൂ? നമ്മളറിയാത്ത ഏതെങ്കിലും അജ്ഞാത ശത്രു സിദ്ധാർത്ഥന് ഉണ്ടായിരിക്കാം. അന്വേഷണം ഇനി ആ വഴിക്ക് നീങ്ങണമെന്നാണോ നന്ദൻ പറഞ്ഞു വരുന്നത്? ഐ ഡിസഗ്രി സർ. സിദ്ധാർത്ഥൻ ഇവിടെ നമ്മുടെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അയാളെ സംരക്ഷിക്കുന്നത് ഒരു മാസ്റ്റർ ബ്രെയിനാ. സാർ പറഞ്ഞതുപോലെ രാജ്യത്തെ ഏറ്റവും സമർത്ഥമായ പോലീസ് ഫോഴ്സിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് നന്നായി അറിയാവുന്ന ഒരു മാസ്റ്റർ ബ്രെയിൻ.